ഹായ് ഓൾ, ഇന്ന് നമ്മൾ പോകുന്നത് B&Mലേക്കാണ്. പൗണ്ട്ലാൻഡ് പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ് B&M എന്ന് പറയുന്നത്. B&Mൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തരം ഗ്രോസറീസും സ്റ്റേഷനറീസും ഗാർഡനിങ് ഐറ്റംസും ഹോം ഡെക്കേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഐൽസ് ആയിട്ട് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേൾഡ് ഫുഡ്സ് ആണ്. വേൾഡ് ഫുഡ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് ഇന്ത്യൻ സാധനങ്ങളും. പ്രൈസ് നോക്കുകയാണെങ്കിൽ അസ്തേക്കാളിലും ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിനെക്കാളിലും ഒക്കെ നല്ല വിലക്കുറവിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം എല്ലാത്തരം മസാലപ്പൊടികളും പൾസസും സീരിയൽസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. UK എല്ലാ സ്റ്റോറുകളിലും തന്നെ ഇപ്പോൾ കൂടി വരുന്ന എഡിഷൻ ആണ് ഇന്ത്യൻ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതിന് നല്ല ചെലവുമുണ്ട്. മുൻപൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, പ്രത്യേകിച്ച് മസാല, റൈസ്, ഇങ്ങനത്തെ എന്ത് ഐറ്റം വാങ്ങണമെങ്കിലും പ്രത്യേകം നമ്മൾ ഇന്ത്യൻ സ്റ്റോറുകൾ തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് ഓടിച്ചെന്നാൽ അസ്തയിലോ അല്ലെങ്കിൽ ഇത്തരം B&M പോലെയുള്ള സ്റ്റോറുകളിലോ ഒക്കെ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. ആവശ്യക്കാർ ധാരാളമായപ്പോൾ സാധനങ്ങളും ധാരാളമായി എത്തി തുടങ്ങി. ഗ്രോസറീസിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനി സ്നാക്സ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്, ഇന്ത്യൻ സ്നാക്സ്. അപ്പോൾ ഇനി ഇന്ത്യൻ ഗ്രോസറീസിന് വേണ്ടിയിട്ട് നമുക്ക് B&M സ്റ്റോറുകളെ സമീപിക്കാവുന്നതാണ്. ഇനി മറ്റ് അയൽസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായി തന്നെ കാണുന്നത് കോഫിയുടെയും ടീയുടെയും ഒരു അയൽസ് ആണ്. അതിനുവേണ്ടി പ്രത്യേകം ഒരു അയൽസ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ചായയുടെ ആരാധകരാണെങ്കിൽ ഇംഗ്ലീഷുകാരെല്ലാം തന്നെ കോഫിയുടെ ആരാധകരാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് ഇവിടെ കാണുന്നത് കോഫി തന്നെയാണ്. പല തരത്തിലും പല നിറത്തിലും പല മണത്തിലുമുള്ള കോഫി, 3-in-1, 2-in-1, 4-in-1 അങ്ങനെയൊക്കെ പറഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ള കോഫി ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇനി കോഫിയും ടീയും വേണ്ടാത്തവരാണെങ്കിൽ ധാരാളമായി തന്നെ ഫ്ലേവർ പൗഡറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് പൗഡർ മുതൽ സ്ട്രോബെറി ഫ്ലേവേർഡ് മിൽക്ക്, കാരമൽ ഫ്ലേവർ, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ പോകുന്നു അതിന്റെ ലിസ്റ്റ്. മിൽക്കും യോഗട്ടും മറ്റും എല്ലാ സ്റ്റോറുകളും പോലെ തന്നെ കോമൺ എഡിഷൻ തന്നെയാണ് ഇവിടെയും. അതിന്റെ വിലയിലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രഷ് ഫുഡ് ഐറ്റംസ് കുറവാണെങ്കിലും ഫ്രോസൺ ഫുഡ് ധാരാളമായി തന്നെ ഉണ്ടായിരുന്നു. അടുത്ത അയൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും മറ്റുമൊക്കെയാണ് വരുന്നത്. അതെല്ലാം എല്ലാ സ്റ്റോറും പോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു. ചില സാധനങ്ങൾ മാത്രം ചില സമയത്ത് ഓഫറുകളിൽ ഉണ്ടാവും. 1-2 പാക്കിന് ഒരു വില, 2-3 പാക്കിന് ഒരേ വില, അങ്ങനെയൊക്കെ ഇട്ട് ചില സാധനങ്ങൾ അവർ വിറ്റഴിക്കാറുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും പോലെയുള്ള വിശേഷങ്ങൾ വരുമ്പോഴാണ് അവർ ചോക്ലേറ്റ്സിനും മറ്റും അത്തരം ഓഫറുകൾ നൽകുക. ക്രിസ്മസും ന്യൂ ഇയറും വരുമ്പോൾ അതിന്റെ ഡെക്കേഴ്സിന് വേണ്ടി തന്നെ അവർ പ്രത്യേകം അയൽസുകൾ തുറക്കാറുണ്ട്. സീരിയൽസിന്റെ കാര്യത്തിലാണെങ്കിൽ ധാരാളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷുകാർ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്നത് സീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചിലവാണ് ഇവിടെ. ചോക്ലേറ്റ്സിന്റെ കാര്യത്തിലും അവർ ഒട്ടും മോശമല്ല. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന സ്വീറ്റ്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ്സ് തന്നെയാണ്. അടുത്ത അയൽസിലേക്ക് പോവുകയാണെങ്കിൽ ഹോം ക്ലീനിങ് ഐറ്റംസും കിച്ചൺ ക്ലീനിങ് ഐറ്റംസും ഒക്കെയാണ്. ഇവിടെയും നല്ല വിലക്കുറവിലാണ് നമുക്ക് സാധനങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ അസ്തയിൽ നിന്നും മറ്റ് സ്റ്റോറിൽ നിന്നും ഒക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ അവൈലബിൾ ആണ്. ഇനിയും സ്റ്റേഷനറിയിലേക്ക് വരികയാണെങ്കിൽ ധാരാളം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സൺസ്ക്രീൻ ലോഷൻസ് മുതൽ ഷാംപൂ, കണ്ടീഷണർ, ഹെയർ സ്പ്രേ, ബോഡി ലോഷൻ, ബോഡി വാഷ്, ഹാൻഡ് വാഷ്, ഡേ ക്രീം, നൈറ്റ് ക്രീം, ഫേസ് സീറം, സ്കാൽപ് ക്രീം, ഹാൻഡ് ക്രീം, അങ്ങനെ പോകുന്നു എണ്ണിയാൽ തീരാത്ത വെറൈറ്റികൾ. ഇവയെല്ലാം തന്നെ നമുക്ക് പല ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അസ്തയിലും മറ്റ് സ്റ്റോറുകളിലും പോവുകയാണെങ്കിൽ 2-3 ബ്രാൻഡുകളിൽ അവസാനിക്കുന്ന ഈ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ 7-8 ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പെർഫ്യൂം ആണെങ്കിലും ബോഡി സ്പ്രേ ആണെങ്കിലും ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ധാരാളം ബ്രാൻഡ്സും ധാരാളം ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ വിലയിൽ വലിയ മാറ്റമൊന്നുമില്ല. കോസ്മെറ്റിക് സാധനങ്ങൾക്ക് എവിടെ ചെന്നാലും നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പം ആ വില തന്നെയാണ് ഇവിടെ. ഒരേ സമയം പല സാധനങ്ങൾ പല ബ്രാൻഡിന്റേത് അവൈലബിൾ ആയതുകൊണ്ടും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും B&M സ്റ്റോറുകളിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഗ്രോസറീസും സ്റ്റേഷനറീസും മാത്രമല്ല, ഹോം ഡെക്കേഴ്സും മറ്റ് ഗാർഡനിങ് ഐറ്റംസും ക്ലീനിങ് ഐറ്റംസും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടും കൂടി ഇവിടെ തിരക്ക് കൂടുതലാണ് എപ്പോഴും. അടുത്തതായിട്ട് ഹോം ഡെക്കേഴ്സ് ആണ്. ഹോം ഡെക്കേഴ്സിൽ ആദ്യം തന്നെ പില്ലോസും കേർട്ടൻസും ഡ്യുവറ്റ്സും ബ്ലാങ്കറ്റ്സും ഒക്കെയാണ് ആദ്യമായി തന്നെ വരുന്നത്. വിലയുടെ കാര്യത്തിൽ ഹോം ഡെക്കേഴ്സിനൊന്നും വലിയ ഓഫറുകളൊന്നും അവൈലബിൾ അല്ല. കാരണം ഇവയെല്ലാം തന്നെ നമ്മൾ വല്ലപ്പോഴും വാങ്ങുന്നവയും അതുപോലെ ലോങ് ടേം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നവയും ആയതുകൊണ്ട് തന്നെ ഗുണനിലവാരവും അത്തരത്തിലായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിലയിൽ യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല. ഇനി അടുത്ത അയൽസിലേക്ക് പോവുകയാണെങ്കിൽ മിററുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പല ഷേപ്പിലും പല നീളത്തിലും ഒക്കെയുള്ള മിററുകൾ എല്ലാം ഹോം ഡെക്കറിന് വേണ്ടിയിട്ടാണ്. ഇനി കുറെ ഇന്റീരിയേഴ്സ് ആണ്. ഹോം ഇന്റീരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസും പ്ലാന്റ്സും മറ്റുമാണ് ഇനി കാണുന്നത്. ഇംഗ്ലീഷുകാർക്ക് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊന്നാണ് സെന്റ് കാൻഡിൽസ്, അതായത് മണമുള്ള മെഴുകുതിരികൾ. ഈ മെഴുകുതിരികൾ അവർ ദിവസവും കത്തിക്കുന്നവയിൽ ഉൾപ്പെടുന്നതാണ്. അത്തരം മെഴുകുതിരികൾക്ക് നല്ല വിലയും നല്ല മണവുമാണ്. അത് ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. ഇനി അടുത്ത അയൽസിലേക്ക് പോവുകയാണെങ്കിൽ കിച്ചൺ യൂട്ടൻസിൽസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. നോൺ സ്റ്റിക് കുക്ക്വെയർസും ബേക്കിംഗ് യൂട്ടൻസിൽസും മറ്റുമാണ് ഇവിടെ ധാരാളമായി ഉള്ളത്. ഇന്ത്യൻ യൂട്ടൻസിൽസ് ഒന്നും ഇനിയും വന്നു തുടങ്ങിയിട്ടില്ല. ഒട്ടും താമസിക്കാതെ അതിനും കൂടി ഒരു അയൽസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വരുന്നത് പെയിന്റിന്റെയും റക്സിന്റെയും വാൾപേപ്പറിന്റെയും സെക്ഷനാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ വീട് റീഫബ്രിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ധാരാളം പ്ലാന്റ്സ് ആണ് വിൽക്കാനായിട്ടുള്ളത്. എല്ലാ സീസണിലും ഇവിടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പ്ലാന്റ്സും മറ്റ് ഗാർഡനിങ് ഐറ്റംസും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. സീഡ്സ് ആണെങ്കിലും പ്ലാന്റ് ചെയ്യാനുള്ള മണ്ണും മറ്റ് കമ്പോസ്റ്റും അങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആണ്.
ഫ്ലവർ ഗാർഡനും വെജിറ്റബിൾ ഗാർഡനും എല്ലാം തന്നെ ഉണ്ട്. ഇനി ഗാർഡൻ ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ സമ്മർ പ്ലാന്റുകളാണ് ധാരാളമായിട്ടും ഉള്ളത്. എന്നാൽ വിന്റർ ആകുമ്പോഴേക്കും ഇവയെല്ലാം ഗ്രീൻ ഹൗസിലായിരിക്കുമെന്ന് മാത്രം. എന്നാൽ 6 മാസം മാത്രം പ്രായമുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അവയെല്ലാം തന്നെ എല്ലാ വർഷവും പുതിയതായി നട്ടുവളർത്തുകയാണ് പതിവ്. പ്ലാന്റ്സിനെ മാറ്റി നിർത്തിയാൽ ഗാർഡൻ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഗാർഡൻ ഹൗസസും ഗാർഡനിൽ ഇടാൻ പറ്റിയ ചെയറുകളും മറ്റും ഗാർഡൻ സ്റ്റോണുകളും വരെ നമുക്കിവിടെ വാങ്ങാനായിട്ട് പറ്റും. പല നിറത്തിലും ഷേപ്പിലും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോണുകളും മറ്റും നമുക്ക് വാങ്ങി ഗാർഡനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കല്ലുകൾ വാങ്ങി നമുക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനും മുറ്റത്ത് വിരിച്ചിടാനുമായിട്ട് പറ്റും. അതെല്ലാം നമുക്ക് ബാഗ് കണക്കിന് വാങ്ങാനായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. പല നിറത്തിലും പല വർണ്ണത്തിലും പല ഷേപ്പിലുമുള്ള കല്ലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കല്ലുകളൊന്നും തന്നെ മറ്റ് സ്റ്റോറുകളിലൊന്നും തന്നെ അവൈലബിൾ അല്ല. ആദ്യമായിട്ടാണ് B&M ഈ ഒരു കല്ലുകൾ കാണുന്നത്. അങ്ങനെ ഹോം ഡെക്കറിന് വേണ്ടുന്ന എല്ലാത്തരം ഐറ്റംസും തന്നെ നമുക്ക് B&M അവൈലബിൾ ആണ്. ഇനി മുറ്റത്ത് വിരിക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.